നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ കണ്ണൂരിൽ നിന്ന് ഒരു വീട്ടമ്മ എന്നെ വിളിച്ചു. നിങ്ങളീ കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിനെ കുറിച്ച് ചെയ്ത വീഡിയോകളൊക്കെ ഞാൻ കണ്ടു, വളരെ നന്നായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞു തുടങ്ങിയത്. കണ്ണൂർ ജില്ലാ കളക്ടർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ താനും ഇന്ന് പങ്കെടുക്കുന്നുവെന്നാണ് ആ വീട്ടമ്മ എന്നോട് പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി നേതാവിനോട് ആ വീട്ടമ്മ ചോദിച്ചു, അരുൺ കെ വിജയൻ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ വന്നാൽ ജനങ്ങൾ കൂകി വിളിക്കില്ലേ എന്ന്. ആ പാർട്ടി നേതാവ് വീട്ടമ്മയോട് പറഞ്ഞത് അതൊക്കെ പഴയ കഥകളല്ലേ, എല്ലാം ജനങ്ങൾ മറന്നുവെന്നാണ്. ആ വീട്ടമ്മ എന്നോട് പറയുന്നു, ഇതാണ് ഈ പാർട്ടിക്കാരുടെ ധാർഷ്ട്യം, എല്ലാം ജനങ്ങൾ മറക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നോട് സ്നേഹപൂർവ്വം അവർ ഉപദേശിച്ചു. നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് നിരവധി പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ഒരുപാട് പേർ വഴിയിൽ വെച്ച് കാണുമ്പോഴും ഫോണിലുമൊക്കെ വിളിച്ച് കാര്യങ്ങൾ തിരക്കും. ഇന്നീ വീട്ടമ്മ എന്നോട് സംസാരിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമാണ് അവരുടെ വാക്കുകൾ. നിങ്ങൾ മഞ്ജുഷയെ വിളിക്കാറുണ്ടോ എന്നതായിരുന്നു അവരുടെ ഒരു ചോദ്യം. അഥവാ മഞ്ജുഷയെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ മഞ്ജുഷയോട് പറയണം, കൂടെ നിൽക്കുന്നവരെ പോലും ഒട്ടും വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് വീട്ടുപണിക്ക് ആരെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോലും പൂർണ്ണമായി നിരീക്ഷിക്കണം. കാരണം എല്ലാം പാർട്ടിയുടെ ചട്ടുകങ്ങളാണ്, അവർ എന്തും ചെയ്യും. നിങ്ങളുടെ നീക്കങ്ങളെക്കുറിച്ച് ആ വീട്ടുജോലിക്കാരോട് പോലും ഒന്നും പറയരുത് എന്ന് മഞ്ജുഷയെ ഉപദേശിക്കണമെന്നാണ് ആ വീട്ടമ്മ എന്നോട് പറഞ്ഞത്. കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമൊക്കെ അത്രയേറെ മഞ്ജുഷയെ കരുതുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ വാക്കുകൾ. നമ്മൾ കരുതുന്നതിനും അപ്പുറമാണ് CPM പാർട്ടി. അവർക്കാരെ വേണമെങ്കിലും വിലക്കെടുക്കാം, ഏത് ഇന്നോവ കാട്ടിയാണെങ്കിലും ആളുകളെ ഭയപ്പെടുത്താം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ മലയാലപ്പുഴ മോഹൻ. മലയാലപ്പുഴ മോഹൻ എന്ന മനുഷ്യനെ പുകഴ്ത്തി നമ്മൾ ഒരുപാട് വീഡിയോകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ ചങ്കുറപ്പിന് മുന്നിൽ നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മലയാലപ്പുഴ മോഹൻ ഇന്നലെ മലക്കം അറിയുന്ന കാഴ്ച അങ്ങേയറ്റം ഖേദകരമാണ് എന്ന് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് പറയേണ്ടി വരും. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന നേതൃത്വത്തെ അടക്കം ശക്തമായി വിമർശിച്ചിരുന്ന വ്യക്തിയാണ് മലയാലപ്പുഴ മോഹൻ. മുമ്പൊരിക്കൽ മുഖ്യമന്ത്രിയുടെ പേരിലയച്ച ആ വ്യാജ പരാതിയെ എടുത്തുടുക്കുക പോലും ചെയ്തു മലയാലപ്പുഴ മോഹൻ. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വ്യാജ പരാതി അയച്ചിട്ട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കുന്നില്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്ന് നെഞ്ചുറപ്പോടെ ഒരിക്കൽ മലയാലപ്പുഴ മോഹൻ ചോദിച്ചിരുന്നു. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, ഒരു കൊലപാതകമാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞവരിൽ ഒരാൾ തന്നെയാണ് മലയാലപ്പുഴ മോഹൻ. കേസിൽ നീതിയുക്തമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് കേരളത്തോട് തുറന്നു പറഞ്ഞ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവെന്നൊക്കെ അദ്ദേഹത്തെ അപ്പോൾ നമ്മൾ വാഴ്ത്തി. കേരളത്തിൻ്റെ ഹൈക്കോടതി മഞ്ജുഷയുടെ ഹർജി പരിഗണിക്കുമ്പോൾ, അതായത് ഇന്നലെ രാവിലെ ഇതേ മലയാലപ്പുഴ മോഹൻ പറഞ്ഞിരുന്നു CBI അന്വേഷണം വേണമെന്ന്. എന്നാൽ ഇന്നലെ വൈകുന്നേരം ഇതാ മലയാലപ്പുഴ മോഹൻ മലക്കം പറഞ്ഞിരിക്കുന്നു. വൈകിട്ട് തൻ്റെ നിലപാട് പൂർണ്ണമായി മലയാലപ്പുഴ മോഹൻ തിരുത്തി. CBI അന്വേഷണമല്ല താൻ ആവശ്യപ്പെട്ടത്, സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന തൻ്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് മലയാലപ്പുഴ മോഹൻ പറഞ്ഞു. മലയാലപ്പുഴ മോഹൻ ഇത്തരമൊരു മലക്കം മറിയൽ നടത്തിയതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് MV ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവനയും മാധ്യമപ്രവർത്തകരോടുള്ള മറുപടിയുമൊക്കെ വന്നത്. ഒരു കാരണവശാലും CBI അന്വേഷണം അനുവദിക്കില്ല എന്ന നിലപാടാണ് MV ഗോവിന്ദൻ സ്വീകരിച്ചത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിനു പിന്നാലെ എങ്ങനെ മലയാലപ്പുഴ മോഹനെ ഇങ്ങനെ തിരിക്കാൻ കഴിഞ്ഞു CPM പാർട്ടിക്ക്? പോലീസ് അന്വേഷണത്തിൽ സംശയമുന്നയിക്കുന്ന കുടുംബത്തെ കുറ്റപ്പെടുത്താനാകില്ല എന്ന് ഇന്നലെ രാവിലെ ഇതേ മലയാലപ്പുഴ മോഹൻ തന്നെയല്ലേ മാധ്യമങ്ങളോട് പറഞ്ഞത്? മഞ്ജുഷ കൊടുത്ത ഹർജിയിൽ ഒരു അനുകൂല നിലപാട് സർക്കാർ എടുക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നൊക്കെ മലയാലപ്പുഴ മോഹൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ആ കുടുംബത്തെ അടക്കം തേക്കുന്ന പരിപാടിയല്ലേ ഈ മോഹൻ്റെ വായിൽ നിന്ന് വന്നത്? CBI അന്വേഷണം വേണ്ട എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ നിലപാടിൽ മലക്കം മറിയുന്ന നേതാക്കളാണോ ഈ പാർട്ടിയിലുള്ളത്? സംഗതി വ്യക്തമാണ്. MV ഗോവിന്ദനെ തള്ളാൻ കഴിയില്ലല്ലോ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ മലയാലപ്പുഴ മോഹന്. അന്നവും വയറുമല്ലേ ഏറ്റവും വലിയ പ്രശ്നം. പാർട്ടിയിൽ നിന്ന് ഓടിച്ചാൽ പിന്നെ എങ്ങനെ ജീവിക്കും? CBIയെ കൂട്ടിലടച്ച തത്തയെന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും ശക്തമായി മഞ്ജുഷ നൽകിയ ഹർജിയിൽ MV ഗോവിന്ദൻ അഭിപ്രായം പറഞ്ഞത്. ഒരു സർക്കാർ തങ്ങളുടെ നിലപാട് അറിയിക്കുന്നതിന് മുൻപാണ് പാർട്ടി സെക്രട്ടറിയുടെ ഈ മുന്നറിയിപ്പ്. സർക്കാരിൻ്റെ നിലപാടിനെ ഇത് സ്വാധീനിക്കുമെന്ന് വ്യക്തമല്ലേ? സമൂഹ മാധ്യമങ്ങളിലൊക്കെ ജനങ്ങളുടെ വികാരം എന്തുകൊണ്ട് ഈ പാർട്ടി കാണുന്നില്ല? എന്തുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം നീങ്ങാൻ ഈ പാർട്ടി ഭയക്കുന്നു?
എല്ലാ വികാരങ്ങളെയും അടിച്ചമർത്തി സ്വയം രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഒരു വശത്ത് CPM പാർട്ടി. അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ MP ഗോവിന്ദനെ പരിഹസിക്കുന്നത്. MP ഗോവിന്ദൻ വെറും കൂട്ടിലടച്ച വെരുകല്ലേ, AKG സെൻറ്ററിൽ കൂട്ടിലടച്ച വെരുക്. കണ്ണൂർ ലോബിയൊക്കെ അത്ര ശക്തമാണ്. ആ ലോബി MP ഗോവിന്ദൻ്റെ കയ്യും കാലുമൊക്കെ കെട്ടി ഇതാ കൂട്ടിലടച്ചിരിക്കുന്നു. വെരുകിൻ്റെ കൂട്ടിലത്തെ അവസ്ഥയാണ് ഇപ്പോൾ MP ഗോവിന്ദനെന്ന് ഒരു കൂട്ടർ പരിഹസിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നേർക്കും ശക്തമായ പരിഹാസം കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ ചൊരിയുന്നുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം AKG സെന്റർ കൂട്ടിലടച്ച കോഴിയാണ് എന്നതാണ് പൊതുവെ ഉയരുന്ന പരിഹാസം. കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നതാണ് കേരളത്തിൻ്റെ പൊതുവികാരം. ആ പൊതുവികാരം പൂർണ്ണമായി മനസ്സിലാക്കി തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ കൃത്യമായ നിലപാട് മലയാളി വാർത്ത സ്വീകരിച്ചിരിക്കുന്നത്. CBI അന്വേഷണം വേണ്ട എന്നതാണ് സർക്കാർ നിലപാടെങ്കിൽ എന്തിന് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട സോളാർ വിവാദം അന്വേഷിക്കാൻ CBIയെ പിണറായി വിജയൻ അന്ന് വിളിച്ചു വരുത്തി? അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരായ ആ ഫയൽ CBIയെ വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയല്ലേ ചെയ്തത്? BJPയുടെ നേതൃത്വത്തിൽ കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് അതേ CBI ഉമ്മൻചാണ്ടിയെ കുരുക്കും എന്ന പ്രതീക്ഷയായിരുന്നില്ലേ പിണറായി വിജയന്? അതേ പിണറായി വിജയൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയല്ലേ MP ഗോവിന്ദൻ? MP ഗോവിന്ദൻ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ അതിനു പിന്നിൽ വ്യക്തമായ ചില കണക്കുകൂട്ടലുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും കഴിയും. അഭിനയകലയിൽ അഗ്രഗണ്യനാണ് അപ്പം ഗോവിന്ദനെന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നു. ഡ്രിൽ മാസ്റ്ററല്ലേ, എന്ത് മെയ്വഴക്കവും ഗോവിന്ദൻ കാണിക്കും, അതും കണ്ണൂരിലെ മാഫിയകളെ സഹായിക്കാനല്ലേ? മഞ്ജുഷയെയും സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഉപദേശിക്കുന്നുണ്ട്. മാഡം പിന്നോട്ട് പോകരുത്, ഇതുവരെ നിങ്ങൾ കാട്ടിയ ധീരതയ്ക്കൊപ്പം കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുണ്ട്. ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് നീതി കിട്ടും, അഥവാ ലഭിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയുണ്ടല്ലോ. MP ഗോവിന്ദനെ കൂട്ടിലടച്ച വിരുകായി ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. സത്യത്തിൻ്റെ വെളിച്ചത്തിനെ ഭയന്ന് ഒരുപക്ഷെ കൂട്ടിലടച്ച വെരുക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. മുമ്പൊരിക്കൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തി അടച്ചിട്ട മുറിയിലിരുന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ ആശ്വസിപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരോട് എന്തൊക്കെയാണ് അന്ന് MP ഗോവിന്ദൻ തട്ടിവിട്ടത്. കുടുംബത്തിനൊപ്പം അതാണ് പാർട്ടി നിലപാട് എന്ന് പറഞ്ഞ അതേ ഗോവിന്ദൻ സ്വന്തം നിലപാട് തിരുത്തി എന്ന് മാത്രമല്ല, ആ കുടുംബത്തിനൊപ്പം നിലപാടെടുത്തവരെ കൂടി ഭയപ്പെടുത്തി മലക്കം പറപ്പിക്കുന്നു. എല്ലാം മറക്കുമെന്നും പെട്ടെന്ന് തന്നെ ജനങ്ങളെ വിഡ്ഢികളാക്കാം എന്നുമാണ് നേതൃത്വത്തിൻ്റെയൊക്കെ ധാരണ. എന്നാൽ മഞ്ജുഷ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് വ്യക്തമാണ്. ആ സ്ത്രീയുടെ മുഖത്തെ പോരാട്ടത്തിൻ്റെ ഭാവം അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ വരും. കേരളത്തിൽ ഇത്രയേറെ വേദനയുണ്ടാക്കിയ ഒരു കൊലപാതകം അടുത്ത കാലത്തുണ്ടായിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒരു വാക്ക് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് പോലീസ് ഇതുവരെയുള്ള തങ്ങളുടെ അന്വേഷണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വാ തുറക്കുന്നില്ല? ഇവിടെ ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചാൽ അവൻ്റെ തുണി ഉരിച്ചു നിർത്തി സർവ്വമാന മാധ്യമങ്ങളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവൻ്റെ പൂർവ്വകാല കഥയും അവൻ്റെ പശ്ചാത്തലവും ഒക്കെ വിവരിച്ചു കൊടുക്കുന്ന ഒരു പോലീസ് സംവിധാനമുണ്ടല്ലോ. അവരൊക്കെ നവീൻ ബാബുവിൻ്റെ കൊലയാളികളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അരക്ഷരം ഉരിയാടുന്നില്ല? കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് ഇതൊന്നും പച്ചയ്ക്ക് ദഹിക്കില്ല എന്ന് അന്വേഷണ സംഘത്തിനും അറിയാം, അവരെ നിയന്ത്രിക്കുന്നവർക്കും അറിയാം. ഇനി ഭൂഗർഭ അറകളിലിരുന്ന് ഇത്തരം നാടകങ്ങൾക്ക് ചരട് വലിക്കുന്നവർ അവരുടെ ദുര്യോഗമാണ് CBI എത്തിയാൽ. അതുകൊണ്ട് തന്നെ ശക്തമായ നീക്കങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടാകുന്നു എന്നത് നമുക്ക് പ്രത്യാശ നൽകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.